ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ഇതിഹാസങ്ങളിൽ ഒന്നാണ് മഹാഭാരതം. ഇതിൽ നിരവധി കഥാപാത്രങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. നിരവധി കഥാപാത്രങ്ങളും നിരവധി സംഭവങ്ങളും കെട്ടുപിണഞ്ഞു കിടക്കുന്നതിനാൽ വളരെ ലളിതമായി മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഈ മഹാകാവ്യത്തെ വളരെ ചുരുക്കത്തിലും ലളിതമായും പ്രതിപാദിക്കുന്നതിനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം. ചന്ദ്രവംശ രാജാവായ ശന്തനുവിൻ്റെ ജീവിതം മുതൽ മഹാഭാരതം ആരംഭിക്കുകയായി. ചന്ദ്രവംശത്തെ രാജാവായ പ്രദീപന്റെ പുത്രനായിരുന്നു ശന്തനു മഹാരാജാവ്. പിതാവിൻ്റെ മരണശേഷം ശന്തനു ചന്ദ്രവംശത്തിൻ്റെ രാജാവായി. ഈ സമയം സ്വർഗത്തിൽ ഗംഗാദേവിയെ ബ്രഹ്മദേവൻ ഭൂമിയിൽ ഒരു മനുഷ്യ സ്ത്രീയായി പിറക്കട്ടെ എന്ന് ശപിച്ചു. ശാപമോക്ഷം അപേക്ഷിച്ച ഗംഗാദേവിയോട് അഷ്ടവസുക്കൾ ഭൂമിയിൽ ഗംഗാദേവിയുടെ പുത്രന്മാരായി പിറക്കുമ്പോൾ ശാപമോക്ഷം ലഭിച്ച് സ്വർഗലോകം പ്രാപിക്കുവാൻ കഴിയുമെന്ന് ബ്രഹ്മദേവൻ അരുൾ ചെയ്തു. അങ്ങനെ ശാപം മൂലം ഗംഗാദേവി ഒരു മനുഷ്യ സ്ത്രീയായി ഗംഗ എന്ന പേരിൽ ഭൂമിയിൽ അവതരിച്ച് ഗംഗാ നദിയുടെ തടങ്ങളിലെ വനങ്ങളിൽ ജീവിച്ചു. അങ്ങനെ ഒരിക്കൽ നായാട്ടിനിറങ്ങിയ ശന്തനു മഹാരാജാവ് ഗംഗാതടത്തിൽ വെച്ച് മനുഷ്യ സ്ത്രീയായി പിറന്ന ഗംഗാദേവിയെ കാണുകയും അവളിൽ അനുരാഗം ജനിക്കുകയും ചെയ്തു. തന്നെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട രാജാവിനോട് തനിക്ക് അപ്രിയമായി എന്ന് രാജാവ് പെരുമാറിയാലും അന്ന് താൻ രാജാവിനെ ഉപേക്ഷിക്കുമെന്ന നിബന്ധന ഗംഗാദേവി രാജാവിനെ അറിയിച്ചു. ഈ നിബന്ധന സമ്മതിച്ച ശന്തനു മഹാരാജാവ് ഗംഗാദേവിയെ വിവാഹം കഴിച്ചു. ശന്തനു മഹാരാജാവും ഗംഗയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന കാലം അഷ്ടവസുക്കളിൽ ഒരാളായ ദ്യോവ് തൻ്റെ പത്നിയുടെ ആവശ്യപ്രകാരം വസിഷ്ഠ മഹർഷിയുടെ ഹോമപശുവിനെ മോഷ്ടിച്ചു. അഷ്ടവസുക്കളിൽ മറ്റുള്ളവർ ഈ മോഷണത്തിന് ദ്യോവിനെ സഹായിച്ചു. തൻ്റെ പശുവിനെ അഷ്ടവസുക്കൾ മോഷ്ടിച്ച വിവരം അറിഞ്ഞ വസിഷ്ഠ മഹർഷി അഷ്ടവസുക്കൾ ഭൂമിയിൽ മനുഷ്യരായി പിറക്കട്ടെ എന്ന് ശപിച്ചു. ഇത് കേട്ട് ഭയന്ന അഷ്ടവസുക്കൾ വസിഷ്ഠ മഹർഷിയോട് ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചു. കോപമടങ്ങിയ വസിഷ്ഠ മഹർഷി അവർക്ക് ശാപമോക്ഷം കൊടുത്തു. ഗംഗാദേവി മനുഷ്യ സ്ത്രീയായി ശന്തനു മഹാരാജാവിൻ്റെ പത്നിയായി ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെന്നും അവരുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുമെന്നും ജനന സമയത്ത് തന്നെ 7 പേരും ശാപമുക്തരായി സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുമെന്നും എന്നാൽ പശുവിനെ മോഷ്ടിച്ച ദ്യോവ് മാത്രം വളരെ കാലം ഭൂമിയിൽ ജീവിക്കുമെന്നും വസിഷ്ഠ മഹർഷി അഷ്ടവസുക്കളെ അറിയിച്ചു. വസിഷ്ഠ മഹർഷിയുടെ ശാപം മൂലം ഓരോ അഷ്ടവസുക്കളും ഗംഗാദേവിയുടെയും ശന്തനു മഹാരാജാവിൻ്റെയും പുത്രന്മാരായി പിറന്നു. പിറന്ന ഉടനെ ഗംഗാദേവി ശിശുവിനെ എടുത്തുകൊണ്ടുപോയി ഗംഗാനദിയിൽ എറിഞ്ഞു. അങ്ങനെ പിറന്ന ഉടനെ ശാപമോക്ഷം നേടി ഓരോ അഷ്ടവസുക്കൾ വീതം സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. ഓരോ പ്രാവശ്യവും തൻ്റെ പുത്രനെയും എടുത്തുകൊണ്ടുപോയി നദിയിലേക്ക് എറിയുന്ന കാഴ്ച കണ്ട ശന്തനു മഹാരാജാവ് വളരെയധികം ദുഃഖിച്ചു. എന്നാൽ തൻ്റെ പ്രവൃത്തിയെ എതിർത്താൽ താൻ രാജാവിനെ വിട്ടുപോകുമെന്ന ഗംഗാദേവിയുടെ നിബന്ധന ഓർത്ത് രാജാവ് ഗംഗയുടെ പ്രവൃത്തിയെ എതിർത്തില്ല. അങ്ങനെ 7 പുത്രന്മാരെയും ഗംഗാനദിയിൽ എറിഞ്ഞു. 7 അഷ്ടവസുക്കൾക്കും ശാപമോക്ഷവും കിട്ടി. ഒടുവിൽ ദ്യോവ് ഗംഗയുടെ 8ാമത്തെ പുത്രനായി പിറന്നു. ഈ ശിശുവിനെ നദിയിലെറിയാൻ ശന്തനു മഹാരാജാവ് സമ്മതിച്ചില്ല. നിബന്ധന ലംഘിച്ചതിനാൽ ഗംഗാദേവി കുട്ടിയെയും എടുത്തുകൊണ്ട് കൊട്ടാരം വിട്ടു വനത്തിലേക്ക് പോയി. ഗംഗ കുട്ടിക്ക് ദേവവൃതൻ എന്ന പേര് നൽകി. വസിഷ്ഠ മഹർഷിയും ഗംഗാദേവിയും പരശുരാമനും ദേവവൃതന് സകല വിധത്തിലുള്ള വിദ്യകളും അഭ്യസിപ്പിച്ചു. 32 വർഷങ്ങൾക്കു ശേഷം ശന്തനു മഹാരാജാവ് വനത്തിൽ വെച്ച് ദേവവൃതനെ കണ്ടുമുട്ടി. തൻ്റെ പുത്രനാണെന്ന് തിരിച്ചറിഞ്ഞ ശന്തനു മഹാരാജാവ് പുത്രനെയും ഗംഗാദേവിയെയും കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. എന്നാൽ പുത്രനെ ശന്തനു മഹാരാജാവിന് തിരികെ നൽകിയ ശേഷം ഗംഗാദേവി ശാപമോക്ഷം നേടി സ്വർഗത്തിലേക്ക് മടങ്ങി. തുടർന്ന് രാജാവ് പുത്രനായ ദേവവൃതനുമായി കൊട്ടാരത്തിലേക്ക് പോന്നു. ദേവവൃതന്റെ കഴിവിൽ സംതൃപ്തനായ ശന്തനു മഹാരാജാവ് അദ്ദേഹത്തെ യുവരാജാവായി അഭിഷേകം ചെയ്തു. തനിക്ക് ശേഷം മഹാരാജാവാകുന്നത് ദേവവൃതനായിരിക്കുമെന്ന് രാജാവ് വിളംബരം ചെയ്തു.
ആ ദേശത്തെ ഒരു മുക്കുവ പ്രമാണിയുടെ വളർത്തുപുത്രിയായിരുന്നു സത്യവതി. യഥാർത്ഥത്തിൽ സത്യവതി അദ്രിക എന്ന അപ്സര സ്ത്രീയുടെ മകളായിരുന്നു. ഒരു ബ്രാഹ്മണന്റെ ശാപം മൂലം അദ്രിക ഒരു മത്സ്യമായി മാറി. മത്സ്യമായിരിക്കുമ്പോൾ അവൾ ഇരട്ട മനുഷ്യ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അപ്പോൾ അവൾക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും ബ്രാഹ്മണൻ പറഞ്ഞിരുന്നു. അങ്ങനെ മത്സ്യമായി മാറിയ അപ്സരസിനെ മുക്കുവന് ലഭിച്ചു. ആ മത്സ്യത്തിന്റെ വയറ് മുറിച്ചപ്പോൾ ഒരു ആൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെയും മുക്കുവന് ലഭിക്കുകയും ചെയ്തു. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും മനുഷ്യക്കുട്ടികളെ കിട്ടിയ മുക്കുവൻ അത്ഭുതപ്പെട്ടു. അവൻ 2 കുട്ടികളെയും ചേതി രാജാവിന്റെ മുൻപാകെ കാഴ്ചവെച്ചു. ആൺകുട്ടിയെ രാജാവ് സ്വീകരിച്ച് കൊട്ടാരത്തിൽ വളർത്തി. ഈ കുട്ടി പിൽക്കാലത്ത് മത്സ്യരാജാവെന്ന പേരിൽ പ്രസിദ്ധി നേടി. പെൺകുട്ടിയെ രാജാവ് മുക്കുവന് തന്നെ തിരികെ നൽകി. മുക്കുവൻ അവളെ സ്വന്തം പുത്രിയായി വളർത്തി. സത്യവതി എന്ന പേരും നൽകി. മത്സ്യം പിടിക്കുന്നതിന് പുറമെ യമുനാ നദിയിൽ കടത്തുവഞ്ചിയിൽ ആളുകളെ നദി കടത്തുന്ന ജോലി കൂടി മുക്കുവൻ ചെയ്തിരുന്നു. പ്രായപൂർത്തിയായപ്പോൾ സത്യവതി വളർത്തച്ഛനെ ഇക്കാര്യത്തിൽ സഹായിച്ചിരുന്നു. ഒരിക്കൽ സത്യവതിയുടെ വഞ്ചിയിൽ പരാശരമുനി കയറുകയും അവളിൽ അനുരാഗം തോന്നിയ മുനിക്ക് സത്യവതിയിൽ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. ആ ശിശുവിന് കറുപ്പ് നിറമായിരുന്നു. അതിനാൽ അവന് കൃഷ്ണൻ എന്നും ജനനം ഒരു ദ്വീപിലായതിനാൽ ദ്വൈപായനൻ എന്നും പേരുണ്ടായി. ജനിച്ച ഉടനെ പൂർണ്ണ വളർച്ചയെത്തിയ ശിശു അമ്മയ്ക്ക് തന്നെ എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നിയാൽ എന്നെ സ്മരിച്ചാൽ മതി, ഞാൻ തൽക്ഷണം അമ്മയുടെ മുൻപാകെ എത്തിക്കൊള്ളാമെന്നറിയിച്ച ശേഷം തപസ്സിനായി വനത്തിലേക്ക് യാത്രയായി. സത്യവതിക്ക് പരാശരമുനിയിൽ പിറന്ന ഈ ശിശുവായിരുന്നു മഹാഭാരതം രചിച്ച പ്രസിദ്ധനായ വ്യാസമഹർഷി. കാലങ്ങൾ കടന്നുപോയപ്പോൾ ഒരിക്കൽ സത്യവതിയെ ശന്തനു മഹാരാജാവ് കാണുകയും അവളിൽ അനുരാഗം തോന്നുകയും ചെയ്തു. സത്യവതിയെ വിവാഹം കഴിക്കണമെന്ന ശന്തനു മഹാരാജാവിൻ്റെ ആഗ്രഹം പുത്രനായ ദേവവ്രതൻ അറിഞ്ഞു. പിതാവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായി ദേവവ്രതൻ സത്യവതിയുടെ വളർത്തച്ഛനായ മുക്കുവന്റെ അടുക്കലെത്തി. വിവാഹത്തിന് തനിക്ക് സമ്മതമാണെന്നും എന്നാൽ ഒരു നിബന്ധന ഉണ്ട്, തൻ്റെ പുത്രിക്ക് ജനിക്കുന്ന മക്കൾക്കായിരിക്കണം രാജ്യാവകാശം. അതിനായി ശന്തനു മഹാരാജാവിന് ഗംഗാദേവിയിൽ പിറന്ന ദേവവ്രതൻ ഒരിക്കലും രാജാവാകില്ലെന്ന് സത്യം ചെയ്യണമെന്ന് മുക്കുവൻ അറിയിച്ചു. തനിക്കൊരിക്കലും രാജാവാകേണ്ടെന്നറിയിച്ച ദേവവ്രതനോട് മുക്കുവൻ പറഞ്ഞു, ദേവവ്രതന് സന്താനങ്ങൾ ജനിക്കുമ്പോൾ അവർ സത്യവതിയുടെ പുത്രന്മാരുമായി രാജ്യാവകാശത്തിന് തർക്കമുണ്ടാകുകയില്ലേ? അതിനാൽ ദേവവ്രതൻ നിത്യ ബ്രഹ്മചാരിയായി തുടരണം. ഇത് സമ്മതിച്ച ദേവവ്രതൻ താൻ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ലെന്ന് ഉഗ്രമായ പ്രതിജ്ഞയെടുത്തു. ഭീകരമായ പ്രതിജ്ഞയെടുത്ത അന്നു മുതൽ ദേവവ്രതൻ ഭീഷ്മർ എന്നറിയപ്പെട്ടു. പിന്നീട് ശന്തനു മഹാരാജാവ് സത്യവതിയെ വിവാഹം കഴിച്ചു. തൻ്റെ പുത്രന്റെ പിതൃസ്നേഹത്തിൽ സന്തുഷ്ടനായ ശന്തനു മഹാരാജാവ് ഭീഷ്മർക്ക് സ്വച്ഛന്ത മരണം, ഇഷ്ടമുള്ളപ്പോൾ മരിച്ചാൽ മതി എന്ന വരം നൽകി അനുഗ്രഹിച്ചു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ശന്തനു മഹാരാജാവിന് സത്യവതിയിൽ ചിത്രാംഗതൻ എന്നും വിചിത്രവീര്യൻ എന്നും 2 പുത്രന്മാർ ജനിച്ചു. അധികനാൾ കഴിയാതെ ശന്തനു മഹാരാജാവ് മരണപ്പെട്ടു. രാജാവിൻ്റെ മരണത്തെ തുടർന്ന് സത്യവതിയുടെ മൂത്ത പുത്രനായ ചിത്രാംഗതനെ രാജാവാക്കി. എന്നാൽ രാജാവായി അധികനാൾ കഴിയും മുൻപേ ചിത്രാംഗതൻ എന്ന ഗന്ധർവനുമായുള്ള യുദ്ധത്തിൽ രാജാവായ ചിത്രാംഗതൻ വധിക്കപ്പെട്ടു. തുടർന്ന് സത്യവതിയുടെ ഇളയ പുത്രനായ വിചിത്രവീര്യനെ രാജാവാക്കി അഭിഷേകം നടത്തി. വിചിത്രവീര്യന്റെ പത്നിമാരാക്കാനായി കാശി രാജാവിൻ്റെ പുത്രിമാരായ അംബ, അംബിക, അംബാലിക എന്നീ രാജകുമാരിമാരെ ഭീഷ്മർ സ്വയംവര മണ്ഡപത്തിൽ നിന്ന് ബലമായി തട്ടിക്കൊണ്ടുവന്നു. ഇതിനെ എതിർത്ത സകല രാജാക്കന്മാരെയും ഭീഷ്മർ പരാജയപ്പെടുത്തി. ഹസ്തിനപുരിയിലെത്തിയ രാജകുമാരിമാരിൽ അംബ താൻ സ്വാല്യ രാജാവിനെ മനസ്സാ വരിച്ചു കഴിഞ്ഞെന്നും അതിനാൽ തന്നെ രാജാവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ അനുവദിക്കണമെന്നും ഭീഷ്മരോട് അപേക്ഷിച്ചു. ഭീഷ്മർ അവളെ പോകുവാൻ അനുവദിച്ചു. ഈ അംബയായിരുന്നു പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മരുടെ മരണത്തിന് കാരണമായ ശിഖണ്ഡിയായി പുനർജനിച്ചത്. വിചിത്രവീര്യൻ അംബികയെയും അംബാലികയെയും വിവാഹം കഴിച്ച് 7 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അവർക്ക് സന്താനങ്ങൾ പിറന്നില്ല. അധികം വൈകാതെ വിചിത്രവീര്യൻ ക്ഷയരോഗം മൂലം മരണപ്പെട്ടു. ഭീഷ്മർ രാജാവാകില്ലെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതിനാൽ ഹസ്തിനപുരിക്ക് അനന്തരവാസികൾ ഇല്ലാതെയായി. വിചിത്രവീര്യന്റെ പത്നിമാരായ അംബികയിലും അംബാലികയിലും സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ
സത്യവതി ഭീഷ്മരോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഞാൻ നിത്യ ബ്രഹ്മചാരിയായിരിക്കുമെന്ന എൻ്റെ പ്രതിജ്ഞ ഞാൻ തെറ്റിക്കുകയില്ലെന്ന് ഭീഷ്മർ സത്യവതിയെ അറിയിച്ചു. തുടർന്ന് തനിക്ക് ശന്തനുവുമായുള്ള വിവാഹത്തിനു മുൻപ് പരാശര മുനിയിൽ പിറന്ന പുത്രനായ വ്യാസമഹർഷിയെ വരുത്തുവാൻ സത്യവതി തീരുമാനിച്ചു. അമ്മയ്ക്ക് എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ എന്നെ സ്മരിച്ചാൽ മതി, ഞാൻ തൽക്ഷണം അമ്മയുടെ മുൻപാകെ എത്തിക്കൊള്ളാമെന്ന വ്യാസമഹർഷിയുടെ വാക്കുപോലെ സത്യവതി പുത്രനായ വ്യാസനെ മനസ്സിൽ സ്മരിച്ച ഉടനെ അദ്ദേഹം കൊട്ടാരത്തിലെത്തി. അനന്തരാവകാശികളില്ലാതെ രാജവംശം ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണെന്നും അതിനാൽ അംബികയിലും അംബാലികയിലും പുത്രോത്പാദനം നടത്തുവാൻ സത്യവതി പുത്രനായ വ്യാസമഹർഷിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ വ്യാസമഹർഷിക്ക് അംബികയിൽ ധൃതരാഷ്ട്രരും അംബാലികയിൽ പാണ്ഡുവും ഇവരുടെ തോഴിയിൽ വിതുരനും ജനിച്ചു. ഇതിൽ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രർ ജന്മന അന്ധനായിരുന്നു. കുട്ടികൾ ജനിച്ച ശേഷം വ്യാസൻ കാട്ടിലേക്ക് യാത്രയായി. തുടർന്ന് ഈ 3 കുട്ടികളെയും പിതൃസ്ഥാനത്ത് നിന്ന് വളർത്തിയത് ഭീഷ്മരായിരുന്നു. ഈ 3 കുട്ടികളിലും ഏറ്റവും കരുത്തൻ അന്ധനായ ധൃതരാഷ്ട്രരായിരുന്നു. പാണ്ഡു അസ്ത്രവിദ്യയിൽ അതികേമനായിരുന്നു. വിതുരരെ വെല്ലുന്ന ധർമ്മജ്ഞൻ അന്ന് വരെ ഭൂമിയിൽ പിറന്നിട്ടില്ലായിരുന്നു. വിവാഹപ്രായം എത്തിയതോടെ ധൃതരാഷ്ട്രർ ഗാന്ധാര രാജാവായ സുബലന്റെ പുത്രി ഗാന്ധാരിയെ വിവാഹം കഴിച്ചു. ഗാന്ധാരിയുടെ സഹോദരനായിരുന്നു ശകുനി. വിവാഹശേഷം ശകുനിയും സഹോദരിക്കൊപ്പം ഹസ്തിനപുരിയിലേക്ക് വന്നു. പതിയാകാൻ പോകുന്നയാൾ അന്ധനാണെന്നറിഞ്ഞ ഗാന്ധാരി പതിയേക്കാൾ കൂടുതലായി തനിക്ക് ഒരു മേന്മയും വേണ്ടെന്ന് തീരുമാനിച്ച് ഒരു പട്ടെടുത്ത് കണ്ണു മൂടിക്കെട്ടി കണ്ണിന്റെ കാഴ്ച മറച്ചു. മഹാദേവന്റെ പരമഭക്തിയായ ഗാന്ധാരി പാതിവൃത്യം പരമധർമ്മമായി കരുതി. പാണ്ഡു ശൂരസേനന്റെ പുത്രിയും ശ്രീകൃഷ്ണന്റെ പിതാവായ വസുദേവരുടെ സഹോദരിയുമായ കുന്തിയെയും മദ്രേശപുരിയിലെ രാജാവായ മദ്രേശന്റെ പുത്രി മാദ്രിയെയും വിവാഹം കഴിച്ചു. വ്യാസമഹർഷിക്ക് ദാസിയിൽ പിറന്ന പുത്രനായതിനാൽ വിതുരർ വിവാഹം കഴിച്ചത് ദേവകൻ എന്ന രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു ബ്രാഹ്മണന് ശൂദ്ര സ്ത്രീയിൽ പിറന്ന ഒരു പെൺകുട്ടിയായിരുന്നു. വിതുരരുടെ പത്നിയുടെ പേര് മഹാഭാരതത്തിൽ പരാമർശിച്ച് കാണുന്നില്ല. ഇവർക്ക് സന്താനങ്ങൾ പിറന്നതായി ആദിപർവം 114 അധ്യായത്തിൽ പറയുന്നുണ്ടെങ്കിലും അവരുടെ പേരുകളോ അവർ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഏതു പക്ഷത്തായിരുന്നെന്നോ കാണുന്നില്ല. പാണ്ഡവർ 5 പേരും പാണ്ഡുവിന്റെ മക്കളല്ലാത്തതിനാൽ ഇവർക്ക് രാജ്യത്തിന് യാതൊരു അവകാശവും ഇല്ലെന്നും രാജ്യാവകാശം ധൃതരാഷ്ട്രപുത്രനായ ദുര്യോധനന് മാത്രമാണെന്നും വാദിക്കുന്ന പലർക്കും അറിയില്ല മഹാരാജാവായ ശന്തനുവിന്റെ പുത്രന്മാരുടെ മക്കളല്ല ധൃതരാഷ്ട്രരും പാണ്ഡുവും. ഇവർ 2 പേരും വ്യാസമഹർഷിയുടെ മക്കളാണ്. അതിനാൽ ഇവർക്കും രാജ്യത്തിന് യാതൊരു അവകാശവുമില്ല. ശന്തനുവിന്റെ മകനായ ഭീഷ്മർക്ക് മാത്രമായിരുന്നു രാജ്യത്തിന് അവകാശം. എന്നാൽ ഭീഷ്മർ ഒരിക്കലും രാജാവാകില്ലെന്ന ശപഥമെടുത്തതിനാൽ ധൃതരാഷ്ട്രരെയോ പാണ്ഡുവിനെയോ രാജാവാക്കുവാൻ തീരുമാനിച്ചു. ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രർ അന്ധനായതിനാൽ അദ്ദേഹത്തെ ഒഴിവാക്കി പാണ്ഡുവിനെ രാജാവാക്കി അഭിഷേകം ചെയ്തു. വിതുരർ ശൂദ്ര സ്ത്രീയിൽ പിറന്ന പുത്രനായതിനാൽ അദ്ദേഹത്തെയും ഒഴിവാക്കി. എന്നാൽ ധർമ്മശാസ്ത്രത്തിൽ മിടുക്കനായതിനാൽ അദ്ദേഹത്തെ മന്ത്രിയാക്കി അഭിഷേകം ചെയ്തു. പിന്നീട് പാണ്ഡു നായാട്ടിന് പോകുമ്പോൾ മുനിശാപമേൽക്കുകയും ഇതിന്റെ ദുഃഖത്തിൽ അദ്ദേഹം രാജ്യമുപേക്ഷിച്ച് 2 പത്നിമാരെയും കൂട്ടി വനത്തിലേക്ക് പോവുകയും ചെയ്തു. തുടർന്ന് രാജാവാകാൻ മറ്റൊരാളും ഇല്ലാതെ വന്നപ്പോൾ അന്ധനായ ധൃതരാഷ്ട്രനെ രാജാവാക്കി. വനവാസകാലത്ത് പാണ്ഡുവിന്റെ 2 പത്നിമാർക്കും ദേവകളിൽ നിന്ന് പാണ്ഡവർ ജനിച്ചു. ഈ സമയം രാജകൊട്ടാരത്തിൽ വേദവ്യാസൻ തന്റെ പുത്രനായ ധൃതരാഷ്ട്രരെയും മാതാവായ സത്യവതിയെയും കാണാനെത്തി. ഈ സമയം രാജാവിന്റെ പത്നിയായ ഗാന്ധാരി ഭർതൃപിതാവിനെ വേണ്ട വിധം സൽക്കരിച്ച് സന്തോഷിപ്പിച്ചു. ഇതിൽ സന്തുഷ്ടനായ വ്യാസമഹർഷി അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഭർത്താവിൽ നിന്ന് 100 പുത്രന്മാരുണ്ടാകും. തുടർന്ന് ഗാന്ധാരി ഗർഭം ധരിച്ചു. ആ ഗർഭം 2 വർഷത്തോളം അവൾ കൊണ്ടു നടന്നു. എന്നിട്ടും പ്രസവിച്ചില്ല. ഈ സമയം പാണ്ഡുപത്നിയായ കുന്തിക്കൊരു പുത്രൻ ജനിച്ച വിവരം കൊട്ടാരത്തിലറിഞ്ഞു. ദുഃഖിതയായ ഗാന്ധാരി തൻ്റെ ഉദരത്തിൽ ശക്തിയായി മർദ്ദിച്ചു. ഉടനെ അവൾ ഒരു വലിയ മാംസപിണ്ഡത്തെ പ്രസവിച്ചു. തൻ്റെ ദിവ്യദൃഷ്ടിയാൽ ഇത് കണ്ട വ്യാസമഹർഷി ഉടനെ കൊട്ടാരത്തിലെത്തി.
വ്യാസമഹർഷിയുടെ നിർദ്ദേശപ്രകാരം 100 കുടങ്ങൾ തയ്യാറാക്കി അതിൽ നെയ്യ് നിറച്ചു. എന്നിട്ട് ആ മാംസ കഷ്ണത്തെ തണുത്ത ജലം ഉപയോഗിച്ച് കഴുകി. ജലം കൊണ്ട് കഴുകിയപ്പോൾ ആ മാംസപിണ്ഡം 100 കഷ്ണങ്ങളായി മാറി. ഗാന്ധാരിയുടെ പെരുവിരൽ തുമ്പിൽ പറ്റിപ്പിടിച്ചിരുന്ന ഒരു ചെറിയ കഷ്ണം ഉൾപ്പെടെ ആകെ 101 കഷ്ണങ്ങളായി. 100 കുടങ്ങളുടെ കൂടെ ഒരു ചെറിയ കുടത്തിൽ തൻ്റെ പെരുവിരൽ തുമ്പിൽ പറ്റിപ്പിടിച്ചിരുന്ന ചെറിയ കഷ്ണവും നിക്ഷേപിച്ചു. അങ്ങനെ ആകെ 101 കുടങ്ങളിൽ 101 മാംസ കഷ്ണങ്ങളും നിക്ഷേപിച്ചു. കുന്തി ഭീമനെ പ്രസവിച്ചതിൻ്റെ തലേ ദിവസം രാത്രി 1ാമത്തെ കുടം പൊട്ടി 1ാമത്തെ പുത്രനായ ദുര്യോധനൻ പിറന്നു. അതിനുശേഷം ഓരോ ദിവസവും ഓരോ കുടം വീതം പൊട്ടി ഓരോ പുത്രന്മാർ വീതം പുറത്തു വന്നു. അവസാനം ചെറിയ കുടം പൊട്ടി ഒരു പുത്രിയും പുറത്തു വന്നു. അവളായിരുന്നു 100 കൗരവരുടെയും ഒരേയൊരു സഹോദരി ദുശള. ഗാന്ധാരിയുടെ ഗർഭകാലം 2 വർഷം നീണ്ടു നിന്നു എന്ന് പറഞ്ഞുവല്ലോ. ആ സമയം ധൃതരാഷ്ട്രനെ പരിപാലിച്ചത് ഒരു വൈശ്യ സ്ത്രീയായിരുന്നു. ആ സ്ത്രീയിൽ ധൃതരാഷ്ട്രന് പിറന്ന പുത്രനായിരുന്നു യുയുത്സു. അങ്ങനെ ധൃതരാഷ്ട്രനും ഗാന്ധാരിക്കും 101 മക്കളായ കൗരവരും പാണ്ഡുവിന്റെ പത്നിമാർക്ക് ദേവകളിൽ നിന്ന് 5 പുത്രന്മാരായ പാണ്ഡവരും പിറന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കഥാപാത്രത്തെക്കുറിച്ചും കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനലിലെ മറ്റു വീഡിയോകൾ കാണുക. ഓരോ കഥാപാത്രത്തിൻ്റെയും ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ വിശദമായി ഓരോ വീഡിയോകളായി നമ്മൾ ചെയ്തിട്ടുണ്ട്. മഹാഭാരത കഥ ലളിതമായി പ്രതിപാദിക്കുവാനുള്ള ശ്രമം ഫലപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റിലൂടെ അറിയിക്കൂ.